എന്തുട്ടത്? എന്താന്ന് നോക്ക്, നല്ലോണം നോക്ക്. ആ ദിവ്യത്തെ പോസ്റ്റിന് കമന്റ് ചെയ്തേക്കുക. അത് പോട്ടേന്ന് വിചാരിക്കാം. അവൾക്ക് എന്തിനാ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചേ? നിന്റെ സാരി സൂപ്പർ, മാല പൊളി, കമ്മല് ഗംഭീരം, മൂക്കുത്തി അതിഗംഭീരം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുകൊണ്ടു പറഞ്ഞ മെസ്സേജ് ഇട്ടേക്കുക. അതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് അവൾ എനിക്ക് അയച്ചേക്കുക. എന്റെ തൊലിഞ്ഞു പോയി. എന്താ എന്താ നോക്ക് നീ? എന്ത് എടി തത്തമ്മ കണ്ണി മര്യാദക്ക് നോക്കടി. നിന്റെ സാരി, നിന്റെ കമ്മല്, നിന്റെ വള, എടി മൂക്കുത്തി വരെ നിന്റെ അടി. ശരിയാണല്ലോ. അവളൊന്ന് വാങ്ങിക്കൊണ്ടത് തിരിച്ചു തന്നാ നിനക്ക്? ഇല്ലയോ. അതുകൊണ്ടാ ഞാൻ അവൾക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചേ. അവള് വിചാരിച്ചിട്ടുണ്ടാവും അത് അവളെയാന്ന്. എന്നാ ഞാൻ സാരി ബ്യൂട്ടിഫുൾ, കമ്മലി ബ്യൂട്ടിഫുൾ, മൂക്കുറ്റി ബ്യൂട്ടിഫുൾ എന്നാ പറഞ്ഞേ. അതൊക്കെ ആരുടെയാ? എന്റെ മൊട്ടയുടെ. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ഒക്കെ ആർക്കാ? നിനക്ക്. അവള് വാങ്ങിക്കൊണ്ടുപോയ സാധനം തിരിച്ചു വേണോ വേണ്ടേ? പിന്നല്ലാണ്ട് ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എന്നോ വാങ്ങിച്ചു കൊണ്ടുപോയതാ. ഞാനിത് കണ്ടപ്പോ ഷോക്കായി പോയി. അയ്യോ, ഇതിന്റെ രച്ചുവിന്റെ അല്ലേ? എത്ര കടകേറി വാങ്ങിയതാ നീ? അതന്നെ. തിരിച്ചു ചോദിക്കണ രച്ചു, ഇപ്പൊ തന്നെ തിരിച്ചു ചോദിക്കണം. അത് കിട്ടണ വരെ ഞാൻ അവൾക്ക് ബ്യൂട്ടിഫുൾ 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 എന്ന് മെസ്സേജ് അയച്ചോണ്ടിരിക്കും. ഇത്ര നാളത് അവള് കയ്യിൽ വെച്ചിരുന്നിട്ട് ഒരു നാണല്ലാണ്ട് ഇരുന്നില്ലേ? ഞാൻ മറന്നുണ്ടാവും വെച്ചിണ്ടാവും അവള്. അയ്യടി. ഞാൻ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞപ്പോഴായിരിക്കും അവൾക്ക് കാര്യം പിടികിട്ടിണ്ടാവാ. നീ ടെൻഷൻ അടിക്കണ്ട. അവളിപ്പോ ഇതൊക്കെ ആലോചിക്കുന്നുണ്ടാവും. കണ്ട, ഞാൻ അവളെ ഇതൊക്കെ ആലോചിപ്പിച്ച് കണ്ട. താങ്ക്സ് ഡാ. വേഗം രച്ചു, വേഗം. എനിക്ക് നിന്നെ ഇപ്പൊ ആ സാരി എടുത്ത് കാണണം. ഞാൻ ഇപ്പൊ മെസ്സേജ് അയക്കാം അവൾക്ക്. ആ